നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടിയുള്ള വാർത്ത, ഇന്ത്യ അടക്കമുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഭീഷണിയുമായി ട്രംപ്, ഡോളറിനെ തൊട്ടാൽ മുടിപ്പിക്കും എന്നുള്ളതാണ് തലക്കെട്ട്. ഡോളറിനെ എതിർത്താൽ 100% വരെ നികുതി ചുമത്തുമെന്ന് ബ്രിക്സ് രാജ്യങ്ങൾ പ്രാദേശിക കറൻസി ശക്തിപ്പെടുത്തുന്നതിൽ രോക്ഷം എന്നുള്ളതാണ് അതിൻ്റെ മറ്റ് ഉപതലക്കെട്ടുകളായി നൽകിയിട്ടുള്ളത്. അതായത് അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിന്റെ അധീശത്വം ചോദ്യം ചെയ്യുന്ന രാജ്യങ്ങളെ 100% നികുതി ചുമത്തി മുടിപ്പിക്കുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. അന്താരാഷ്ട്ര ഇടപാടുകളിൽ ഡോളർ ഒഴിവാക്കി അതത് രാജ്യത്തെ കറൻസിയിൽ ഇടപാട് നടത്തുവാനുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ നീക്കമാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. ഇന്ത്യ, ചൈന, റഷ്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക, ഇറാൻ, ഈജിപ്ത്, ഇത്യോപ്യ, UAE എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ്. നമുക്കറിയാം, ബ്രിക്സ് ഉച്ചകോടി പല നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ എടുത്ത ഏറ്റവും നിർണായകമായൊരു തീരുമാനം ഇപ്പോൾ അമേരിക്കയെ ചൊടിപ്പിച്ചിരിക്കുകയാണെന്നുള്ള വാർത്തയാണ് ദേശാഭിമാനി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. മറ്റൊരു വാർത്ത, മുങ്ങിത്താണ് പുതുച്ചേരി എന്നുള്ള തലക്കെട്ടാണ്. അതായത് 30 വർഷത്തിൽ ഏറ്റവും ശക്തമായ മഴ പുതുച്ചേരിയിൽ ഉണ്ടായി എന്നുള്ളതാണ് വാർത്ത. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് തീരം തൊട്ടതിനെ തുടർന്ന് പേമാരിയിൽ മുങ്ങിത്താണ് പുതുച്ചേരി. ഞായർ രാവിലെ 9 വരെയുള്ള 24 മണിക്കൂറിൽ 48 സെന്റിമീറ്റർ മഴയാണ് പെയ്തിറങ്ങിയത്. തുടർച്ചയായി പെയ്യുന്ന പേമാരിയിൽ ജനവാസ മേഖലയുടെ ഭൂരിഭാഗവും മുങ്ങി. കടകളും സ്ഥാപനങ്ങളും അടച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. 100-ലേറെ പേരെ ദേശീയ ദുരന്ത പ്രതികരണ സേന രക്ഷപ്പെടുത്തി. സൈന്യവും രക്ഷാപ്രവർത്തനത്തിനെത്തി. 1000-ഓളം പേർ ക്യാമ്പിനുള്ളിലാണ്. വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. ചുഴലിക്കാറ്റിൽ പലരുടെയും ജീവൻ നഷ്ടപ്പെടുന്നു, വീടുകൾ നഷ്ടപ്പെടുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും ദുരിതങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങൾ സഹായവുമായി തമിഴ്നാട്ടിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒറ്റക്കെട്ടായിരുന്നുകൊണ്ട് കേരളത്തിൻ്റെ ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമായ തമിഴ്നാടിനെ ഏതു തരത്തിലും സഹായിക്കണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെല്ലി ആളൊരു കില്ലാടി എന്നുള്ളതാണ് മറ്റൊരു തലക്കെട്ടുമായുള്ള വാർത്ത. അതായത് ഹലോ പറഞ്ഞുള്ള എല്ലാ ചോദ്യങ്ങൾക്കും കെല്ലി കൃത്യമായ മറുപടി നൽകും. വാഹന സംബന്ധമായ വിവരങ്ങൾ, സബ്സ്ക്രിപ്ഷൻ തുക, തിരിച്ചടവുകൾ തുടങ്ങി ക്ഷേമനിധി ബോർഡിനെ സംബന്ധിച്ചുള്ള ഏത് സംശയങ്ങൾക്കും ഈ നിർമ്മിത ബുദ്ധി റിസപ്ഷനിസ്റ്റ് ഉത്തരമുണ്ട്. എന്തായാലും എയുടെ പുതിയൊരു റിസപ്ഷനിസ്റ്റാണ് ഈ ക്ഷേമനിധി ബോർഡിൽ ഇപ്പോൾ ഉള്ളത്. എല്ലാ തരത്തിലുള്ള വിവരങ്ങൾ നൽകുന്ന പുതിയൊരു കണ്ടുപിടുത്തത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. രാജസ്ഥാനിലും മതം മാറ്റം നിരോധിച്ചു എന്നുള്ള തലക്കെട്ട്. മതം മാറ്റം ജാമ്യമില്ലാ കുറ്റമാകുന്ന നിയമനിർമ്മാണത്തിന് രാജസ്ഥാനിലെ BJP മന്ത്രിസഭ അംഗീകാരം നൽകി. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ അറിയിച്ചു. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ് എന്നീ BJP ഭരണ സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ മതപരിവർത്തനം വിലക്കി നിയമം കൊണ്ടുവന്നിരുന്നു. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നത്, മതം പ്രചരിപ്പിക്കുന്നതൊക്കെ ഒരു വ്യക്തിയുടെ ഭരണഘടനാപരമായ അവകാശങ്ങളാണ്. അയാൾക്ക് മതമുള്ളവനായോ മതമില്ലാത്തവനായോ ഒക്കെ ഇരിക്കാമെന്ന ഭരണഘടനാപരമായ അവകാശത്തെയാണോ ചോദ്യം ചെയ്യുന്നതെന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് മാതൃഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള വാർത്ത, വഖഫിൽ വിവരം തേടി എന്നുള്ള തലക്കെട്ടോടുള്ള വാർത്തയാണ്. സച്ചാൽ കമ്മിറ്റി പ്രകാരമുള്ള വഖഫ് സ്വത്തുകളിലെ കയ്യേറ്റ വിവരം സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ട് വഖഫ് ബിൽ പരിശോധിക്കുന്ന പാർലമെന്ററി സമിതി. വഖഫ് നിയമത്തിലെ വകുപ്പ് 40 പ്രകാരം വഖഫ് ബോർഡ് അവകാശപ്പെടുന്ന സ്വത്തുക്കളുടെ വിശദാംശങ്ങളും തേടി. അടുത്ത ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസം വരെ സമിതിയുടെ കാലാവധി ലോക്സഭ നീട്ടി നൽകിയിരിക്കുന്നതിന് പിന്നാലെയാണിത്. ഒപ്പം അതിന് ചില കണക്കുകൾ നൽകുന്നു. 58,929 വഖഫ് സ്വത്തുക്കൾ കയ്യേറിയെന്ന കേന്ദ്രം. ഡൽഹിയിൽ 316, രാജസ്ഥാനിൽ 60, ഉത്തർപ്രദേശിൽ 60, മധ്യപ്രദേശിൽ 53, ഒഡീഷയിൽ 53, കർണാടകയിൽ 42. ആന്ധ്രാപ്രദേശിലെ വഖഫ് ബോർഡ് പിരിച്ചുവിട്ടു സർക്കാർ എന്ന വാർത്തയും അതിനോടൊപ്പം ചേർക്കുന്നു. CPM മംഗലപുരം ഏരിയ സമ്മേളനം പൊട്ടിത്തെറി, സെക്രട്ടറി പാർട്ടി വിട്ടു. CPM ജില്ലാ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് മംഗലാപുരം ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോയി. ജില്ലാ സെക്രട്ടറി V. ജോയി പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടാക്കുന്നു എന്നാരോപിച്ച് ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയാണ് ഇറങ്ങിപ്പോയത്. താൻ പാർട്ടി വിടുകയാണെന്ന് അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളെ അറിയിച്ചു. ജില്ലാ സെക്രട്ടറി V. ജോയിയുടെ അഴൂർ പഞ്ചായത്ത് ഉൾപ്പെടുന്ന മംഗലപുരം ഏരിയ സമ്മേളനം ആരംഭിച്ച മുതൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ നടന്നിരുന്നു. കാകദൃഷ്ടി എന്ന മാതൃഭൂമിയുടെ കാർട്ടൂൺ പരമ്പരയിൽ നിന്ന് അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ തൊട്ടടുത്തുള്ള G. സുധാകരനെ ഒഴിവാക്കി. പൂച്ചേ അവിടെ നമുക്കെന്തു കാര്യം എന്നുള്ളതാണ് എൻ്റെ തലക്കെട്ട്. അദ്ദേഹത്തിൻ്റെ പഴയൊരു കവിതയൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള തലക്കെട്ടാണ് നൽകിയിട്ടുള്ളത്. മുണ്ടക്കൈ ചൂരൽമലം അടിയന്തര സഹായം കേരളം വീണ്ടും കത്തയച്ചു.
വയനാട് മുണ്ടക്കൈ ചൂരൽ ഉൾപ്പെടൽ ബാധിതർക്കുള്ള അടിയന്തര ദുരിതാശ്വാസം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം വീണ്ടും കേന്ദ്രത്തിന് കത്തയച്ചു. സംസ്ഥാന ദുരിതാശ്വാസ ഫണ്ടിൽ പുറമെ 219.23 കോടി കൂടി അനുവദിക്കണമെന്ന് ഓഗസ്റ്റ് 18 കേരളം ആവശ്യപ്പെട്ടിരുന്നു. ഈ കാര്യത്തിൽ മറുപടി ലഭിച്ചിട്ടില്ല. എന്തായാലും കേരളവും കേന്ദ്രവും ഒക്കെ കൈകോർത്തതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ദുരന്തം അനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ കൈപിടിച്ചുയർത്തേണ്ടതായിട്ടുണ്ട്. അതിന് രാഷ്ട്രീയം നോക്കരുത്, അതിന് മറ്റൊരു അഹംഭാവം ഉണ്ടാകാൻ പാടില്ല, മറ്റൊരു താമസം ഉണ്ടാകാൻ പാടില്ല. എത്രയും പെട്ടെന്ന് സാധാരണക്കാരായ ജനങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള എല്ലാ തരത്തിലുള്ള നടപടികളും സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. നാടുണ്ട് കൂടെ എന്ന തലക്കെട്ടോടുകൂടി ഇനി അമ്മയുടെ മകളായി ജീവിക്കാം, ജാതി സർട്ടിഫിക്കറ്റ് ഉടൻ. വളരെ ഒരു ഹ്യൂമൻ സ്റ്റോറിയാണ് മാതൃഭൂമി നൽകിയിട്ടുള്ളത്. അതായത് ആരുണ്ട് ഞങ്ങൾക്ക് എന്ന അമ്മയുടെയും മകളുടെയും ചോദ്യത്തിന് ഞങ്ങളുണ്ട് കൂടെ എന്ന ഉറക്കെ പ്രഖ്യാപിച്ച നാട്. അമ്മയുടെ ജാതിയിലും മതത്തിലും ജീവിക്കാനായി 2 വർഷത്തിലേറെയായി ഓഫീസുകൾ കയറിയിറങ്ങുന്ന മകൾക്ക് പിന്തുണയുമായി സമൂഹം മാത്രമല്ല ഉദ്യോഗസ്ഥ സംഘവും അഭിഭാഷക വൃന്ദവുമുണ്ട്. അമ്മയുടെയും മകളുടെയും കഥന ജീവിതം മാതൃഭൂമി വാരാന്ത പതിപ്പിലൂടെയാണ് മലയാളി സമൂഹം അറിഞ്ഞത്. എന്തായാലും മാതൃഭൂമിയുടെ ഒരു ഇമ്പാക്റ്റ് വാർത്തയാണ് അവർ നൽകിയിട്ടുള്ളത്. നാടുണ്ട് കൂടെ എന്ന തലക്കെട്ടോടുകൂടി. കണ്ണൂർ ജില്ലാ പഞ്ചഗുസ്തി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ 80 കിലോഗ്രാം വിഭാഗം മത്സരത്തിൽ വിജയിച്ച ആകാശ് കെ ജെയിൻ്റെ പ്രകടനം ബലാബലം എന്ന തലക്കെട്ടോടുകൂടി മാതൃഭൂമിയുടെ ആധിപത്യത്തിൽ നൽകിയിട്ടുണ്ട്. ക്യാപ്റ്റൻ സിംഗ് വീണ്ടും എത്തും, അഭയം തന്ന മല ചവിട്ടാൻ. ക്യാപ്റ്റൻ CP സിംഗ് ഔജല 40 കൊല്ലം മനസ്സിൽ കാത്തുവച്ച ആഗ്രഹം ഇരുമുടിക്കെട്ടേന്തുകയാണ് ഈ മണ്ഡലകാലത്ത്. ഇന്ത്യൻ നാവികസേന ഹെലികോപ്റ്റർ പൈലറ്റായിരുന്ന CP സിംഗിൻ്റെ ഈ ആഗ്രഹത്തിന് പിന്നിൽ മറക്കാനാകാത്ത ഒരനുഭവമുണ്ട്. 1985 മെയ് 18 കൊച്ചിയിൽ നിന്ന് പറന്ന നാവികസേനയുടെ സമുദ്ര നിരീക്ഷണ വിമാനം പശ്ചിമഘട്ടത്തിൽ കാണാതെയായി. അതിൽ 2 മലയാളി വൈമാനികരുണ്ടായിരുന്നു. വിമാനത്തിലായി തിരച്ചിൽ നടത്തിയ ഹെലികോപ്റ്റർ പൈലറ്റായിരുന്നു CP സിംഗ് ഔജല. കാർമേഘം നിറഞ്ഞ ആകാശം, എന്നിട്ടും തിരച്ചിൽ തുടർന്നു. വൈകുന്നേരത്തോടെ ഹെലികോപ്റ്ററിൽ ഇന്ധനം കുറഞ്ഞു തുടങ്ങി. ഏറെ നേരം പറന്നിട്ടും ഇറങ്ങാൻ ഒരിടം കണ്ടെത്താനായില്ല. ഒടുവിൽ മഴയിൽ മലകൾക്കിടയിൽ തെളിഞ്ഞു വന്ന ആ മൈതാനത്തേക്ക് ഹെലികോപ്റ്റർ ഇറക്കി. അവിടെ കുടുങ്ങിയവരോട് സ്ഥലമേതെന്ന് തിരക്കി. മണ്ഡലകാലം കഴിഞ്ഞ് വിജനമായ പമ്പാ ബസ് സ്റ്റാൻഡിലാണ് കോപ്റ്റർ ഇറങ്ങിയതെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അയ്യപ്പ സന്നിധിയാണ് അഭയമേകിയതെന്ന് അറിഞ്ഞപ്പോൾ സിംഗ് ആ മണ്ണിനെ ചുംബിച്ചു. ഉറങ്ങാതിരുന്ന ആ രാത്രി മുഴുവനും അദ്ദേഹം ആഗ്രഹിച്ചത് അയ്യനെ ദർശിക്കണമെന്നായിരുന്നു. 10 ദിവസത്തിനു ശേഷം തകർന്ന വിമാനവും വൈമാനികരും കത്തിക്കരിഞ്ഞ ശരീരവും മംഗളാദേവിക്ക് സമീപം കണ്ടെത്തി. 1990 പഞ്ചാബിൽ സീനിയർ ഹെലികോപ്റ്റർ പൈലറ്റായി ജോലിക്കയറ്റം കിട്ടി സിംഗ് 2023 വിരമിച്ചു. അതിൽ പിന്നെ 18ാം പടി കയറണമെന്ന ആഗ്രഹം പ്രിയ സുഹൃത്തും തിരുവനന്തപുരം സ്വദേശിയുമായ ക്യാപ്റ്റൻ ശ്രീനാഗേഷ് B നായരെ അറിയിച്ചപ്പോൾ ഈ മണ്ഡലകാലത്ത് ഒന്നിച്ച് പോകാമെന്ന് ഉറപ്പ് കിട്ടി. മണ്ഡലം കാലമാണ് ഇത്. കൗതുകകരമായൊരു വാർത്തയാണ്. എന്തായാലും അദ്ദേഹത്തിന് മലചവിട്ടാൻ സാധിക്കട്ടെ. ജന്മഭൂമി പത്രത്തിൽ നിന്ന് CPM-ൽ തീയാളുന്നു എന്ന വാർത്ത. മംഗലപുരം ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോയി, പാർട്ടി വിട്ടു എന്ന വാർത്ത നൽകുന്നു. തിരുവല്ലയിൽ ഗോവിന്ദൻ ഇറങ്ങിയിട്ടും അടങ്ങാതെ അണികൾ എന്ന തലക്കെട്ടോടുകൂടി CPM-ലെ വിഭാഗീയത ജന്മഭൂമി നൽകുന്നു. ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ട പ്രതിഷേധം പടരുന്നു എന്ന തലക്കെട്ടോടുകൂടി ബംഗ്ലാദേശിൽ ഇസ്കോൺ സന്യാസിമാർ താൽക്കാലിക ഭരണകൂടം വേട്ടയാടുന്നതിൽ രാജ്യത്ത് പുറത്തും പ്രതിഷേധം രൂക്ഷമാകുന്നു എന്ന വാർത്തയാണ്. നാളെ മുതൽ സംസ്ഥാനത്ത് ബംഗ്ലാദേശി മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ എന്ന വാർത്ത നൽകുന്നു. KT ജയകൃഷ്ണൻ മാസ്റ്ററിന് സ്മരണാഞ്ജലി എന്ന വാർത്ത നൽകുന്നു. ശിവഗിരിയിൽ സർവമത ആരാധനാ കേന്ദ്രം രൂപരേഖ വത്തിക്കാനിൽ പ്രകാശനം ചെയ്തു എന്ന വാർത്ത ജന്മഭൂമിയുടെ ആധിപത്യത്തിൽ നൽകുന്നുണ്ട്. ഓർഗനൈസിനെതിരെ PFI നൽകിയ മാനനഷ്ട കേസ് ഹൈക്കോടതി റദ്ദാക്കിയെന്ന വാർത്തയ്ക്കും ഏറെ പ്രാധാന്യം നൽകുന്നു ജന്മഭൂമി. തിരുവനന്തപുരത്തും CPM-ൽ പോര്, തോറ്റ സെക്രട്ടറി ഇറങ്ങിപ്പോയി, ഏരിയ സമ്മേളനം അലങ്കോലമായി. മംഗലപുരം ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരി പാർട്ടി വിടുമെന്ന സൂചന. ജില്ലാ സെക്രട്ടറി V ജോയി MLA-ക്ക് എതിരെ ഗുരുതര ആരോപണങ്ങൾ. അതായത് കരുനാഗപ്പള്ളി, തിരുവല്ല, അമ്പലപ്പുഴ, മംഗലപുരം എന്ന ഒരു ടാങ്കിൽ കുറേ ലീക്കേജ് ഒട്ടിച്ചുകൊണ്ടുള്ള ചിത്രം, ഒരു കാർട്ടൂണൊക്കെ നൽകിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. എയ്ഡഡ് നിയമനം കുരുക്കിൽ, ഭിന്നശേഷി സംവരണം, വീഴ്ചയുള്ള സ്കൂളുകളിൽ നിയമന വിലക്ക്. കഴിഞ്ഞ 3 വർഷത്തെ സ്ഥിര നിയമനങ്ങൾ റദ്ദാക്കാൻ നിർദ്ദേശം, പകരം ദിവസവേതനം ബാധിക്കുക 1000-കണക്കിന് പേരെ എന്ന വാർത്ത മലയാള മനോരമയിൽ നൽകിയിരിക്കുന്നു. അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് നൽകിയിട്ടുള്ളത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, ഓറഞ്ച്, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് 5 ജില്ലകളിൽ ഇന്ന് അവധിയും നൽകിയിട്ടുണ്ട്. കർഷകർ വീണ്ടും ഡൽഹിയിൽ പ്രക്ഷോഭത്തിന്. അതായത് മിനിമം താങ്ങുവില ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് പഞ്ചാബിൽ നിന്നുള്ള കർഷകർ സമരവുമായി വീണ്ടും ഡൽഹിയിലേക്ക്. 280 കർഷക യൂണിറ്റുകൾ
ഉൾപ്പെടുന്ന സംയുക്ത കിസാൻ മോർച്ച, കിസാൻ മസ്ദൂർ മോർച്ച എന്നിവയുടെ നേതൃത്വത്തിൽ 6-ന് ഡൽഹിയിലേക്ക് കർഷകർ കാൽനട സമരജാഥ ആരംഭിക്കും. കലാമണ്ഡലം ജീവനക്കാരെ പിരിച്ചുവിട്ട ഉത്തരവ് റദ്ദാക്കിയത് 134 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടി. നിലവിൽ ജീവനക്കാർക്ക് 2 മാസത്തെ ശമ്പളം കുടിശ്ശിക എന്ന വാർത്ത മലയാള മനോരമ നൽകുന്നു. കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ KPCC പുനഃസംഘടന 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന കാര്യമാണെന്ന കെ സുധാകരൻ. ബാക്കി വരുന്ന 23 മണിക്കൂർ 50 മിനിറ്റ് കോൺഗ്രസുകാർ എന്ത് ചെയ്യും? ദീപികയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വീണ്ടും കർഷക ദ്രോഹം എന്ന തലക്കെട്ടോടു കൂടിയുള്ള വാർത്തയാണ്. വളം ലൈസൻസിന് ഫീസ് കുത്തനെ കൂട്ടി. മിക്സിംഗ് ലൈസൻസ് ഫീസ് 750 നിന്ന് 10,000 രൂപയാക്കി. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഡയറക്ടറുടെ ശുപാർശയിലാണ് നടപടി എന്ന വാർത്ത ദീപികയിൽ നൽകുന്നു. ചരിത്ര സന്ദർശനത്തിന് 60 ആണ്ട്. പോൾ ആറാമൻ മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനത്തിന്റെ 60-ാം വാർഷികം ഇന്ന് എന്ന വാർത്ത ഒരു സ്പെഷ്യൽ സ്റ്റോറി പോലെ ദീപിക നൽകുന്നു. എയ്ഡഡ് സ്കൂൾ നിയമനം നിരോധിക്കാൻ സർക്കാർ നീക്കമെന്നുള്ള വാർത്ത ദീപികയിലും ഇടം പിടിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കനത്ത മഴയെ തുടർന്ന് കോട്ടയം, പത്തനംതിട്ട, വയനാട് ജില്ലകളിലെ അംഗനവാടി, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല എന്നുള്ള തലക്കെട്ടും ആ വാർത്തയിലുണ്ട്. ഇനി മാധ്യമത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വൈദ്യുതി നിരക്ക് ഉടൻ കൂടും. ഡിസംബർ 1 മുതൽ ബാധകമാവും. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധനവ് ഉടൻ പ്രഖ്യാപിക്കും. നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകളും തുടർന്നുള്ള പരിശോധനകളും റെഗുലേറ്റർ കമ്മീഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്തയുണ്ട്. പൊട്ടിത്തെറി പടരുന്നു. മംഗലപുരത്തെ വാർത്ത മാധ്യമം വാർത്തയാക്കിയിട്ടുണ്ട്. ഹിഞ്ചാൽ അതിതീവ്ര ന്യൂനമർദ്ദമായി മഴ തുടരുന്നു എന്ന വാർത്ത മാധ്യമം നൽകുന്നു. ഭോപ്പാൽ വാതക ദുരന്തത്തിൽ 40 എന്ന അവിടുത്തെ വളരെ ദയനീയമായ ഒരു ചിത്രമൊക്കെ നൽകിക്കൊണ്ട്, ഭോപ്പാൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ചിത്രമൊക്കെ നൽകിക്കൊണ്ടുള്ള തലക്കെട്ടിനെ അങ്ങനെയാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. റിമാൻഡ് പ്രതി ജയിൽ ചാടി രക്ഷപ്പെട്ടത് ഓട് പൊളിച്ച്. മോഷണക്കേസിൽ പിടിക്കപ്പെട്ട റിമാൻഡിലായ പ്രതി ജയിൽ ചാടി രക്ഷപ്പെട്ടു. പുതിയങ്ങാടി സ്വദേശി നടുവിലങ്ങം വീട്ടിൽ TK മുഹമ്മദ് സബാദ് ആണ് കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത്. 620 കോടിയുടെ പദ്ധതി ആവശ്യം കേന്ദ്രം തള്ളി. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ 620 കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് വേണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളിയെന്ന വാർത്ത മാധ്യമവും നൽകുന്നു. കൂട്ടപ്പോരിൽ പൊറിഞ്ഞുമുട്ടി CPM സമ്മേളനങ്ങൾ. തിരുവനന്തപുരം മംഗലപുരം ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോയി, പാർട്ടി വിട്ടു എന്ന വാർത്ത കേരള കൗമുദി നൽകുന്നു. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ്, ഇന്ന് അതിതീവ്ര മഴ എന്ന വാർത്ത കേരള കൗമുദി നൽകുന്നു. കോട്ടയം, വയനാട്, പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾക്ക് ഇന്ന് അവധി എന്ന വാർത്തയുണ്ട്. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാരുടെ പേരുകൾ പുറത്തുവിടണമെന്ന് സതീശൻ. കടക്ക് പുറത്തെന്ന് പറയാനോ പ്രത്യേക ആക്ഷൻ എടുക്കാനോ പറ്റാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ് എൻ്റെ തലക്കെട്ട്. നൃത്തമാടി രോഗത്തെ തോൽപ്പിച്ച് ദുർഗപ്രിയ. 10 വയസ്സിനിടെ 9 ശസ്ത്രക്രിയകൾ. ജന്മന അപൂർവ രോഗം 3 മണിക്കൂർ ജീവിക്കൂ എന്ന ഡോക്ടർമാരുടെ വിധിയെ അതിജീവിച്ച പെൺകുട്ടി. ജനിച്ച് 15-ാം ദിവസം ആദ്യ ശസ്ത്രക്രിയ. അരയ്ക്ക് താഴെ തളർന്നു, വൃക്ക തകരാറിലായി. 10 വയസ്സിനിടെ 9 ശസ്ത്രക്രിയകൾ. ആ കുട്ടിയാണ് നൃത്തം ചെയ്തത് എന്ന് പറയുമ്പോൾ അത്ഭുതകരമായ ഒരു വാർത്തയാണ്. എന്തായാലും മോൾക്ക് എല്ലാവിധ ആശംസകളും. ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റു ചില വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണും വരെ നന്ദി, നമസ്കാരം.